പ്രൈസ് ദി ലോർഡ്. ഈ വേദിയിലും അതുപോലെ നമ്മുടെ സദസ്സിലുമായിരിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, ഈ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ വേലയിലും ദൈവസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, മാത്രമല്ല ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ ക്രൈസ്തവ ലോകത്ത് ഏറ്റവും അറിയപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ സാം കുഴിക്കാല, അദ്ദേഹത്തോട് ദീർഘവർഷങ്ങൾ സഹകരിപ്പാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. മറ്റ് ടീം അംഗങ്ങൾ, കീബോർഡ് വായിക്കുന്ന പ്രിയ കൊച്ചുമോൻ, മറ്റുള്ള പ്രിയ പാട്ടുപാടിയ സിസ്റ്റർ, ഈ പെട്ടെന്ന് ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനെ ഒരു മീറ്റിംഗ് ഓർഗനൈസ് ചെയ്ത പ്രിയ LK റോയ് സാറ്, മറ്റ് അദ്ദേഹത്തോട് സഹകരിച്ച സഹോദരന്മാർ, എല്ലാവർക്കും ഈ രാത്രിയിൽ ക്രിസ്തുയേശുവിലുള്ള വന്ദനം ചൊല്ലുന്നു. ഇന്ന് രാത്രി വളരെ എൻ്റെ ഒരു പ്രസംഗമായിട്ടല്ല, എൻ്റെ ഹൃദയത്തിലുള്ള ഒരു ചിന്ത നിങ്ങളുമായിട്ട് പകർന്ന ശേഷം പിന്നെ നമ്മൾ ആരാധനയിലേക്ക് കടക്കും. മനോഹരമായ പഴയ ഗാനങ്ങൾ പാടി നാം ദൈവത്തെ ആരാധിച്ച ശേഷം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവും. എന്നെ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട്, മാസങ്ങളായിട്ട് ഈ ഇപ്പോഴത്തെ കലുഷിതമായ അന്തരീക്ഷം രാജ്യത്തും ലോകത്തും, നിങ്ങൾക്കറിയാം നമ്മുടെയൊക്കെ മക്കൾ ലോകത്തിൻ്റെ വിവിധ രാജ്യത്തുണ്ട്. ഗൾഫിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത്, ഇന്ത്യയിലും പത്രങ്ങളിലൂടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കാണുന്ന പല സംഭവങ്ങളും നമ്മുടെ ഉറക്കം കെടുത്തുന്നതും മാനസികമായി പ്രയാസം വരുത്തുന്നതുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എൻ്റെ മനസ്സിലൂടെ ഓടിയപ്പോൾ എൻ്റെ ഹൃദയത്തെ വളരെ സ്വാധീനിച്ച ഒരു വാക്യമുണ്ട്. ബൈബിൾ കൊണ്ടുവന്നിട്ട് ഒരാളൊന്ന് എടുത്ത് വായിച്ചാൽ വളരെ സന്തോഷമായിരുന്നു. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ ആദ്യത്തെ 2 വാക്കുകൾ മാത്രം. മത്തായി സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിലെ ആദ്യത്തെ 2 വാക്കുകൾ മാത്രം. മതി, ഇത്ര മാത്രം നിങ്ങൾ കേട്ടാൽ മതി. ഞാൻ എൻ്റെ സഭയെ പണിയും. ആ വാക്യം നിങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടാൽ മതി. നിങ്ങളൊന്ന് വേൾഡ് മാപ്പ് ഒന്ന് ചിന്തിക്കണേ. ഇന്ന് നമ്മൾ 2026 നിൽക്കുന്നത്. വർഷങ്ങളും ആണ്ടുകളും ഒക്കെ കടന്നുപോയി. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പെട്ടെന്ന് വേൾഡ് മാപ്പ് പറയാൻ പോവുകയാണ്. വേൾഡ് മാപ്പ് ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ സൈഡ് US കാനഡയൊക്കെയാണ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ സൗത്ത് ആഫ്രിക്കയ്ക്കും, മുകളിൽ ഗ്രീൻലാൻഡ് വരും. ഇങ്ങനെ അങ്ങോട്ട് പോയാൽ റഷ്യ വരും. താഴോട്ട് വന്നാൽ ഓസ്ട്രേലിയ വരും. നടുക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ, ആഫ്രിക്കൻ രാജ്യങ്ങൾ വരും. ഇങ്ങോട്ട് താഴോട്ട് വന്നാൽ ഇന്ത്യ വരും, പിന്നെ ശ്രീലങ്ക വരും. ഇതാണ് വേൾഡ് മാപ്പ്. ഇന്ന് ലോകത്ത് ഏകദേശം 195 രാജ്യങ്ങളുണ്ട്. മറ്റൊരു സൈഡിൽ 193 സ്റ്റേറ്റ് ഉണ്ട്. പിന്നെ 2 സിറ്റീസിനെ അംഗീകരിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഏകദേശം 800 കോടിയിലധികം ജനങ്ങളുണ്ട്. 800 കോടിയിലധികം ജനങ്ങളുണ്ട്. അതിൽ നമ്മുടെ രാജ്യമാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 150 കോടി ജനങ്ങളും ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. അപ്പുറത്ത് മറ്റൊരു കാര്യം, ഇന്ത്യ ഒരു വലിയ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ലോകത്തിലെ തന്നെ പോപ്പുലേഷൻ, ജനസംഖ്യ നോക്കിയാൽ നമ്പർ 1 നിൽക്കുന്ന ഞാനും നിങ്ങളും ജനിച്ച രാജ്യമാണ്. അടുത്തത് ചൈനയാണ്. ഇവിടെ നിന്ന് ഒരു കാര്യം ഞാൻ പറയാം, ഇന്ത്യയും ചൈനയും യേശുവിനെ കുറിച്ച് അറിഞ്ഞാൽ ലോക ജനതയിലെ 50% ദൈവത്തിൻ്റെ വിശ്വാസികളായി മാറുവാനിടയായിത്തീരും. ഓക്കെ, അതിങ്ങനെ നിങ്ങൾ വിട്ടേരെ. ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് 27 സ്റ്റേറ്റ് ഉണ്ട്, 10 യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട്. ഞാൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എല്ലാ സ്റ്റേറ്റിലും പോകാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് എനിക്കൊരു വലിയ സന്തോഷത്തിൻ്റെ കാര്യമുണ്ട്. ഏതൊക്കെ സ്റ്റേറ്റിൽ ഞാൻ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാനൊരു ആരാധനാലയം കണ്ടിട്ടുണ്ട്. 1000 വിശ്വാസികളെയും കണ്ടിട്ടുണ്ട്. 100 ദൈവദാസന്മാരെയും കണ്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ത്യയിലുള്ള 27 സ്റ്റേറ്റിലും 10 യൂണിയൻ ടെറിട്ടറിയിലും കഴിഞ്ഞ 5 വർഷം കൊണ്ട് പോകാൻ ദൈവം എനിക്ക് സഹായിച്ചിട്ടുണ്ട്. എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയെല്ലാം ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന ജനത്തെ കണ്ടുമുട്ടിയിട്ടുണ്ട്. 1000 ആളുകളെക്കുറിച്ച് എനിക്ക് അറിവുമുണ്ട്. 100 ദൈവദാസന്മാരെ അറിയാം. പ്രൈസ് ദി ലോർഡ്. ഇത് ഞാൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ലോകത്തിൽ 7 കോണ്ടിനെന്റിൽ ഒന്നുണ്ട്, 800 കോടി ജനങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ക്രൈസ്തവ സത്യ ആരാധന ഇന്നും നിലനിന്നു പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഞാൻ നിങ്ങളുടെ മനസ്സിൽ വളരെ ആഴമേറിയ ഒരു ചിന്ത ഇട്ട് തരികയാണ്. ഇത്രയും വലിയ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു ഭാഗവാക്കാണ് നമ്മൾ. ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനമായ കേരളത്തിലെ ഒരു ഡിസ്ട്രിക്റ്റിലെ തിരുവനന്തപുരത്ത് ഇങ്ങോട്ട് മാറിയുള്ള ഈ ആറാമട ഭാഗങ്ങളിൽ ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയും കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി മറ്റൊരു കാര്യം ഞാൻ പറയാം. അതാണ് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ്
യെരുശലേമിൻ്റെ ചെറിയൊരു തെരുവീതിയിൽ ഒരു നദിയുടെ തീരത്ത് സാധുക്യന്മാരും പരീശന്മാരും ശതാധിപന്മാരും ഒക്കെ ഒരു മനുഷ്യനെ ക്വസ്റ്റ്യൻ ചെയ്തു. നല്ല പ്രസംഗമാണ്, നല്ല പ്രവചനമാണ്. നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളതുകൊണ്ട് ബഹുപുരുഷാരം അവൻ്റെ ചുറ്റിനും കൂടി. എല്ലാവരുടെയും മനസ്സിൽ പല നിലകളിലുള്ള ചിന്തകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. സ്ത്രീകളും കുട്ടികളും ഒക്കെ വിശന്നിട്ടാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം മറന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാൻ ഒത്തുകൂടി. വലിയ പുരുഷാരം. ഓരോ ദിവസവും ആൾ കൂടുന്ന കണ്ടപ്പോൾ എതിർ ആളുകൾക്കും എതിർ കക്ഷികൾക്കും ആകമാനം ഭയമായി. ഇവനെ വളർത്തിയാൽ താമസിക്കാതെ ഇവൻ ഭരണം പിടിച്ചെടുക്കും. അതാണ് അവരെ ചിന്തിച്ചത്. എന്നാൽ ഈ പാവപ്പെട്ടവൻ മതിലിൻ്റെ പുറത്തും മലയിലും തടാകങ്ങളിലും ആൾ കൂടുന്നിടത്തൊക്കെ നിന്ന് പ്രസംഗിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. പക്ഷേ യഥാർത്ഥമായി ദൈവവചനം വായിച്ച് ഇപ്പം ദൈവവചനം വായിക്കുന്നവർക്കറിയാം, അദ്ദേഹത്തെ കാണുമ്പോൾ നല്ല മുഖപ്രകാശവും വായിൽ നിന്ന് കേൾക്കുന്ന വാക്കുകളും ഭയങ്കര സമാധാനവുമായതുകൊണ്ടാണ് പുരുഷാരം കൂടിയതാണ്. പ്രത്യേകിച്ച് ഒന്നും കൊടുത്തില്ല, വസ്ത്രം കൊടുത്തില്ല, ആഹാരം കൊടുത്തില്ല, ഒന്നും. വിശന്നവർക്ക് ആഹാരം കൊടുത്തു. ആ അവസരത്തിൽ മാത്രം ഒരു പ്രാവശ്യം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ ഒരു മർമ്മം പറയുകയാണ്. ഈ കൂടി നിന്നവരോടൊക്കെ തന്നെ കൊല്ലുമെന്ന് തനിക്കറിയാമായിരുന്നു. ക്രൂശീകരണത്തിന് ചില മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു വേടാണ്, ഞാൻ എൻ്റെ സഭയെ പണിയും. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇന്ന് 2026 വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചേ, ലോകത്തിൻ്റെ എല്ലാ കോണ്ടിനെന്റിലും ആ വാക്ക് സത്യമായിട്ട് മാറി. കാടുകൾ തിങ്ങിപ്പാർക്കുന്ന, അതായത് പകല് പോലും സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ പോലും പ്രകാശമില്ലാത്ത ആമസോൺ കാടുകളിൽ പോലും ബൈബിള് പിടിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ഏഷ്യൻ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും, അമേരിക്കൻ രാജ്യങ്ങളിൽ സർവ്വയിടത്തും ദൈവത്തെ ആരാധിക്കുന്ന സത്യ സഭ ഉടലെടുക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി എനിക്കൊരു ചോദ്യമേ ഉള്ളൂ. കാലങ്ങൾക്കോ രാജാക്കന്മാർക്കോ സൈന്യത്തിനോ എന്തെങ്കിലും ഓർഡറുകൾക്കോ ഗവൺമെൻറ്റുകൾക്കോ ഈ വാക്കിനെ തടസ്സം ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് തന്നെയാണ് ഉത്തരമുള്ളത്. പിശാചി ചിന്തിച്ചു, ഇവൻ ചത്തു കഴിയുമ്പോൾ ഇതെല്ലാം ഒടുങ്ങുമെന്ന. ചത്തു കഴിയുമ്പോൾ കൂടെ ഉള്ളവരൊക്കെ മറന്നു കഴിഞ്ഞ് പഴയ പണിക്ക് പോകുമെന്നാണ് ചിന്തിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു വർഷം അല്ലെങ്കിൽ ഒരു ശതാബ്ദി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം തീരുമെന്നാണ് അവിടെയുള്ള ശതാധിപന്മാരും പിശാചും എല്ലാം മുദ്രയിട്ടതും ഓർഡർ ഇറക്കിയതും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുകയാണ്, നമ്മൾ വിശ്വസിക്കുന്ന, നമുക്ക് വേണ്ടി വില കൊടുത്ത, നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത ആ മഹൽ ഭാഗ്യത്തിൻ്റെ ആഴം എത്രയാണെന്നറിയാമോ? പിന്നെ വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ, ലോകം എവിടൊക്കെ പടർന്നു പിടിച്ചോ, മനുഷ്യൻ എവിടെയൊക്കെ ഉണ്ടായോ, ഏതൊക്കെ ടെക്നോളജികൾ വളർന്നു വന്നോ, എവിടെയൊക്കെ രാജ്യമാക്കി പ്രഖ്യാപിച്ചോ, ഏതൊക്കെ സ്റ്റേറ്റ് രൂപമെടുത്തോ, ഏതൊക്കെ ഗവൺമെൻറ്റുകൾ വന്നോ, ഏതൊക്കെ രാജാക്കന്മാർ വന്നോ, എത്ര വലിയ സൈന്യാധിപന്മാർ വന്നോ, അവിടെയെല്ലാം ഈ വാക്കിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവസഭ ഉണ്ടാകുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയും ഞാൻ വിളിച്ചു പറയട്ടെ, ആ ഡിക്ലറേഷൻ്റെ ശക്തിയാണ് ലോകരാജ്യത്തെ കവർന്നു പിടിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ സഭയെ പണിയും. അത് മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ നമുക്ക് പല ആശങ്കകൾ നമ്മുടെ മനസ്സിലുണ്ടാകാം, നമുക്ക് പല ചിന്തകളുണ്ടാകാം, ഇനി എങ്ങനെ മുന്നോട്ട് പോകും. എന്നാൽ നിങ്ങൾ ഒറ്റ വാക്ക് മാത്രം ഓർത്താൽ മതി, ഒറ്റ കാര്യം മാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തിച്ചാൽ മതി. പണിയുന്നവൻ ഇന്നും പണിതുകൊണ്ടിരിക്കുക. ഒരു ഗവൺമെൻറ്റിനും ആ പണിയെ തടസ്സം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പലരും പരിശ്രമിച്ചു, അവരെല്ലാം മണ്ണിനടിയിലായിപ്പോയി. അവരെല്ലാം പേരുകൾ പുസ്തകത്തിൽ നിന്ന് മറഞ്ഞുപോയി. അവരെക്കുറിച്ച് ഇന്നും ആരും ഒന്നും ഓർക്കുന്നില്ല. അവരെല്ലാം ചരിത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്ന യേശു, ഇന്ന് രാത്രി ഞാൻ ഉയർത്തിക്കാട്ടുന്ന യേശു ഇന്നും പതിനായിരങ്ങൾക്ക്, ലക്ഷങ്ങൾക്ക്, കോടികൾക്ക് രക്ഷയുടെ വാഗ്ദാനവുമായിട്ട് നരകത്തിലോട്ട് പോകുന്നവനെ, പിശാച് മരണത്തിന് വേണ്ടി തൂക്കിയെഴുതിയവനെ ഇതാ പുതിയൊരു വഴി തുറന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ സ്വർഗത്തിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സഭയിൽ രാഷ്ട്രീയമുണ്ടാകാം, പലരും പല നിലകളിൽ സഭയെ പല നിലകളിൽ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കാം. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, ഇതിനേക്കാൾ വലിയതൊക്കെ സഭ നേരിട്ടതാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിലെ അല്ലെങ്കിൽ കഴിഞ്ഞ രാജാക്കന്മാരും മറ്റുള്ള ചരിത്രങ്ങൾ മൊത്തം വായിച്ചു നോക്കിയാൽ സഭയെ ഒഴുക്കിക്കളയുവാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ അന്ധകാര ശക്തികളും അധോലോക ശക്തികളും എല്ലാ കാര്യങ്ങളും ഇണക്കിയതാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സഭയെ ഒതുക്കിക്കളയുവാൻ, സഭയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുവാൻ, സഭയിലേക്ക് വരുന്ന ആളുകളെ മുടക്കിക്കളയുവാൻ ഇന്നും ഒരു ശക്തിക്കും സാധിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ അവകാശവാദമല്ല പറയുന്നത്, സത്യമാണ്.
അത് ഞാൻ ആരെയെങ്കിലും സ്വപ്നത്തിൽ നിൽക്കുന്ന ഒരു കാര്യമല്ല പറയുന്നത്. എൻ്റെയും നിങ്ങളുടെയും കൺമുമ്പിൽ ശക്തമായി ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ് ദൈവസഭ. ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണ്. ജീവന്റെ പുസ്തകത്തിൽ 10,000-കണക്കിന് ആളുകളുടെ പേര് ഇന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അനേകരെ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അനേകർ യേശുവിനെ സ്വന്തം ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു, ദുർമാർഗങ്ങൾ വിട്ടുകൊണ്ടിരിക്കുന്നു, മദ്യപാനശീലം ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, മരണത്തിൽ നിന്നും പാപ സ്വഭാവത്തിൽ നിന്നും മാറിയ ശേഷം യേശുവിൻ്റെ ബൈബിളുമായിട്ട് അനേകരുടെ മുമ്പിൽ സാക്ഷിയായി മാറിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? ഈ മൂവ്മെന്റിനെ, കർത്താവ് പറഞ്ഞ ശക്തിയെ തടസ്സം ചെയ്യുവാൻ ഇന്ന് ലോകത്ത് ഒന്നിനുമായിട്ടില്ല, ഇനി ആകാൻ പോകുന്നുമില്ല. വരുവാനുള്ളതിനും വന്നതിനും പോയതിനും ഈ മഹാശക്തിയെ തടസ്സം ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ടായിരുന്നു സഹോദരന്മാരെ. എന്താ പർപ്പസ് എന്നറിയാമോ? ദൈവത്തിന് ആദമിൻ്റെ കൂടെ ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അതൊരു പൈശാചിക ശക്തിയാൽ നശിക്കപ്പെട്ടു. വിശുദ്ധന്മാരായിട്ട് കൂടെ നിൽക്കുവാൻ അബ്രഹാമിനെ വിളിച്ചു വരുത്തി. അതൊരു തിരുശേഷിപ്പായിട്ട് മാറിപ്പോയി ഇസ്രായേൽ. നിങ്ങൾക്കറിയാം, ഞാൻ ഇത് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഇസ്രായേൽ ആലപ്പുഴ ജില്ലയുടെ അത്രയുള്ളൊരു സ്ഥലമാണ്. ആകെ 10 ലക്ഷം പേരേ ഉള്ളൂ. എന്നാൽ ഇന്നും ലോക രാജ്യങ്ങളിൽ ആദ്യം എന്ത് പറഞ്ഞാലും ഇസ്രായേലിനോട് ചോദിച്ചിട്ടേ അവർ എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞങ്ങൾ ഇത് ചെയ്തോട്ടെ എന്നുള്ളത്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഒരുവൻ ദൈവത്തിൻ്റെ ജനമായിട്ട് ദൈവം ഒരാളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു ശക്തിക്കും അത് മാറ്റി എഴുതാൻ കഴിയത്തില്ല. ദൈവത്തിന് മാത്രമേ മാറ്റി എഴുതാൻ കഴിയത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് ചരിത്രമല്ല, സത്യമാണ്. നിങ്ങളുടെ റീലുകളിലും നിങ്ങളുടെ ടി വികളിലും നിങ്ങളുടെ വാർത്തകളിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒരുവനെ ദൈവം തൻ്റെ മകനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങളെ, അവന് ലഭ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ മാറ്റുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. അവനെന്നും ജയാളിയായിരിക്കും. എന്നും അവൻ ചരിത്രത്തിലും ഈ വർത്തമാനകാലത്തും അറിയപ്പെട്ടുകൊണ്ടേയിരിക്കും. അതിനുശേഷമാണ് യേശു ലോകത്തിൽ വന്നു. തൻ്റെ കൂടെ ഉള്ളവരോടെല്ലാം പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും. പ്രൈസ് ദി ലോർഡ്. അന്നേരം എല്ലാവരും ചോദിച്ചു, സഭയെ പണിയണം, പക്ഷെങ്കിൽ എങ്ങനെ പണിയും? ആ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം എങ്ങനെ പറയുന്നു മാത്രം പറഞ്ഞില്ല, കാണിച്ചു കൊടുത്തു. സ്വന്തം ജീവൻ കൊടുത്ത്. ആ ഒരു ക്യാപിറ്റലാണ്. എന്താണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ്? ഇന്ന് രാത്രി നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ ചർച്ച് അല്ലെങ്കിൽ കർത്താവ് വിഭാവനം ചെയ്ത ദൈവസഭ ലോകരാജ്യങ്ങളിൽ പടർന്ന് പന്തലിച്ച് ഇത്രമാത്രം വളർച്ചയിലോട്ട് എത്തുവാൻ, അതായത് 800 കോടി ജനങ്ങളുള്ള ഈ ലോകത്ത് 250 കോടി ജനങ്ങൾ നാമധാരികളായിട്ടുള്ള ക്രിസ്ത്യാനികളാണ്. അതായത് പോപ്പുലേഷൻ പറഞ്ഞിരിക്കുക. അല്ലാതെ കോടിക്കണക്കിന് ജനങ്ങൾ ക്രിസ്തുവിനെ സേവിക്കുന്നുണ്ട്. ഇത്ര വലിയ ഏറ്റവും ദ ലാർജസ്റ്റ് റിലീജിയൻ എന്നാണ് ക്രിസ്ത്യാനിറ്റിയെ പറയുന്നത്. ഇത്ര വലിയ ഒരു മൂവ്മെൻ്റായിട്ട് മാറുവാൻ എന്താ കാരണമെന്നറിയാമോ? ഇതിൻ്റെ ക്യാപിറ്റൽ മറ്റൊന്നുമല്ല, ഇതിൻ്റെ ഉടയവനൻ്റെ ജീവനും രക്തവുമാണ്. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടി മുടക്കിയ വില എത്ര വലുതാണെന്ന്. ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് വേണ്ടി യേശു കർത്താവ് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ആഴം എത്രയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയും ഷേക്ക് ചെയ്യപ്പെടാതെ നിൽക്കുന്നത്. ഇത്ര വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയ ഒരാൾ ഇതിനെ പരിപാലിക്കുവാനും നല്ലതായിട്ടറിയാം. പ്രൈസ് ദി ലോർഡ്. അതൊരു പർപ്പസായിരുന്നു. അതായത് താൻ ഡിക്ലെയർ ചെയ്തു, താൻ ആ പർപ്പസ് പറഞ്ഞു, ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന ചർച്ചായിരിക്കും. അടുത്തതാണ് ഒരു കാര്യം കൂടെ പറഞ്ഞു, അത് ഇന്ന് രാത്രി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? വ്യക്തിപരമായിട്ടും പേഴ്സണലായിട്ടും നിങ്ങൾക്ക് ചിന്തിക്കാം. റിയലായിട്ട് ദൈവത്തിൻ്റെ പദ്ധതിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പാതാള ഗോപുരങ്ങളും ജയിക്കുകയില്ല. യഥാർത്ഥ പരിഭാഷയെന്ന് പറഞ്ഞാൽ മരണം അതിനെ ഓവർകം ചെയ്യത്തില്ല, മരണം അതിനെ തൊടത്തില്ല. എന്താണെന്നറിയാമോ? തൻ്റെ കൂടെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ തനിക്ക് കൂടുതലും ചുറ്റിലും നിന്നിരുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പ്രസംഗം വലിയ ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഡെലിവറൻസ് കണ്ടും ശീലിച്ചവരുമാണ്. എന്നാൽ അവരുടെ എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം എപ്പോഴും കിടപ്പുണ്ടായിരുന്നു. അന്നേരം ഇവർക്കൊരു ആശയമുണ്ട്, ഇദ്ദേഹം പോയാലും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു ടൈം കഴിഞ്ഞാലും എന്തോ ഒരു വലിയ സംഭവം നടക്കും, ഞങ്ങൾ അതിൻ്റെ ഒരു പാർട്ടായിട്ട് മാറും. വ്യക്തമായ ഒരു രൂപരേഖയിലായിരുന്നു. എന്തുകൊണ്ട്? അവർക്ക് വിശുദ്ധന്മാരെ മൊത്തം അറിയാം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അവരെല്ലാം മരിച്ചുപോയി.
വിശുദ്ധന്മാരെല്ലാം മരിച്ചുപോയി. യഹൂദന്മാരായിരുന്നുകൊണ്ട് അവർക്ക് അവരെല്ലാം അറിയാം. വളരെ അഗ്രഗണ്യരായ ശക്തരായ ദൈവം നടത്തിയ രാജാക്കന്മാരെ അറിയാം. ദാവീദ്, ശലോമോൻ, ഇങ്ങനെയുള്ള രാജാക്കന്മാരെ. അവരും മരിച്ചുപോയി. വലിയ സൈന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, രാജ്യമുണ്ടായിരുന്നു, ചിതറപ്പെട്ടു, പല നിലകളിൽ യുദ്ധം നടത്തി, മരിച്ചുപോയി. അതെല്ലാം ഓർമ്മകളുടെ കലാപുരിയിൽ അവരെല്ലാം മറഞ്ഞുപോയി. അടുത്ത് വലിയ പ്രവാചകന്മാരെ അറിയാം. യെശയ്യാവ്, യിരെമ്യാവ്, എഹെസ്കേൽ, വലിയ വലിയ ദൈവത്തിൻ്റെ മർമ്മങ്ങൾ അതിശക്തമായി പ്രവചിക്കുന്ന പ്രവാചകന്മാരെ അറിയാം. അവരും മരിച്ചുപോയി. അവരാരും ഇത്ര കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. രാജഭരണത്തിൽ ദൈവിക കാര്യങ്ങൾ അവരുടെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ട്. വിശുദ്ധന്മാർ വൻ അത്ഭുതങ്ങൾ ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവനിലൊരു വ്യത്യസ്തതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹം അത് കർത്താവായ യേശു അന്ന് കൂടുള്ളവർ അവർക്കതത്ര മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം പറഞ്ഞു: ഞാൻ എൻ്റെ സഭയെ പണിയും, പക്ഷെ മരണം അതിനെ തൊടത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രിയും ഒരു കാര്യം ഞാൻ വിളിച്ചു പറയുകയാണ്. ഇന്ന് ഭൂമിയിൽ ഉണ്ടെങ്കിൽ ഏക ഒരു കാര്യമേ ഉള്ളൂ, മരണത്തിന് തൊട്ട് തീണ്ടപ്പെടാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അത് ദൈവസഭയാണ്. മരിക്കുന്നവരെ നമ്മൾ ഒരിക്കലും ഇനി ഞാൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് ടാറ്റ അടിച്ച് വിടുകയല്ല. ഞാൻ നിന്നെ സ്വർഗത്തിൽ കാണുമെന്നുള്ള പ്രത്യാശയോടുകൂടെയാണ് ദൈവദാസന്മാർ ശവടക്ക് നടത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഏത് റിലീജിയൻ അങ്ങനെ ഒരു ശവടക്ക് നടത്താൻ കഴിയും? ഞാൻ നിന്നെ കാണും, മറ്റൊരു രാജ്യത്ത് കാണുമെന്നാണ് പറഞ്ഞുകൊണ്ടാണ് ശവടക്ക് നടത്തുന്നത്. ഇവിടെ ഒരു ദൈവദാസന്മാർ ശവടക്ക് നടത്തുമ്പോൾ പെർമനൻ്റായിട്ട് എൻ്റെ സഹോദരി നഷ്ടപ്പെട്ടു, എൻ്റെ സഹോദരൻ നഷ്ടപ്പെട്ടു, എൻ്റെ മകൻ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ശവടക്കും ഇന്ന് വരെ ക്രിസ്തീയ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ബോൺ അഗെയിനായിട്ട് ജീവിച്ചവരുടെ ജീവിതത്തിൽ നടത്തിയിട്ടില്ല ഒരു ദൈവദാസന്മാരും. അവരെല്ലാം പറയുന്നു, ബ്യൂട്ടിഫുൾ ഷോറിൽ, മനോഹരമായ തീരത്ത് അധികം താമസവിന ഞാൻ നിങ്ങളെ കാണുമെന്നുള്ളൊരു പ്രത്യാശയോടുകൂടെയാണ് എല്ലാ ശവങ്ങളും നമ്മൾ അടക്കിയിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. കാരണം അത് മറ്റൊന്നുമല്ല, ഇന്നേക്ക് 2026 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഉള്ളിലോട്ട് അടിച്ചു കയറ്റിയ ഒരു പ്രത്യാശയുണ്ട്. താൽക്കാലികമായി മരിച്ചു പോകുന്നവരെ, ഈ ശരീരം വിട്ടുപോകുന്ന ആത്മാവിനെ നമ്മളൊരു ചെറിയ കുഴിമാടത്തിൽ അടുക്കുമെങ്കിലും അവൻ പെർമനൻ്റായിട്ട് അവനെ മരണം തൊടുന്നില്ല. ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതം കഴിഞ്ഞ ശേഷം മഹത്വകരമായ, ഏറ്റവും ആർക്കും പണിയാൻ കഴിയാത്തതും ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്തതുമുള്ള മനോഹരമായ ഒരു ദേശത്ത് അവൻ്റെ രാജാവിനോടുകൂടി അവൻ ഇരിക്കുകയാണ്. റെസ്റ്റ് ഇൻ പീസ്. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഇത് ഇന്ന് രാത്രി നിങ്ങൾ മനസ്സിലാക്കിയാൽ എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കാൻ, മരണമില്ലാത്ത, ഒരിക്കലും ഒരു ശക്തിക്കും തോപ്പിക്കുവാൻ കഴിയാത്ത ഒരു വലിയ മൂവ്മെന്റിന്റെ സഭയുടെ അംഗമാക്കി എന്നെ തീർക്കുവാൻ ഈ കാലഘട്ടത്തിലും ദൈവത്തിന് കൃപ തോന്നിയതോർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ പറയുന്നു, വലിയ രാജാക്കന്മാരെ എനിക്കറിയാം, പ്രവാചകന്മാരെ എനിക്കറിയാം, വിശുദ്ധന്മാരെ എനിക്കറിയാം, എന്നാൽ അവരെല്ലാം മരിച്ചുപോയി. അവരുടെ വാക്കുകളോ വചനങ്ങളോ അവർ ഉണ്ടാക്കിയ മൂവ്മെൻറ്റുകളോ ഒന്നുമില്ല. 50 വർഷം കഴിഞ്ഞു, 100 വർഷം കഴിഞ്ഞു, അതെല്ലാം നിന്നുപോയി. അതൊക്കെ കെട്ടിടങ്ങളായിട്ടും സ്ഥലങ്ങളായിട്ടും ഒക്കെ ഉണ്ട്, വല്ലവരും ഒക്കെ അടിച്ചുകൊണ്ടുപോയി. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, എൻ്റെ കർത്താവ് പറഞ്ഞ ഒരു വാക്കും മാറിയിട്ടില്ല, ഒരു കുത്തും മാറിയിട്ടില്ല, ഒരു പുള്ളിയും മാറിയിട്ടില്ല. ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക, 10,000 ചേർന്നുകൊണ്ടിരിക്കുക. ദൈവവചനം അനുസരിക്കുന്ന, ദൈവവചനം ശിരസാൽ വഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, യൗവനക്കാർ മുതൽ വലിയ ഉദ്യോഗസ്ഥന്മാർ മുതൽ എല്ലാവരും യേശുവിൻ്റെ വചനം സത്യമാണ്, ഇവൻ യഥാർത്ഥമായ ജീവനുള്ള ദൈവമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു മൂവ്മെൻറ്റിനെ തടസ്സം ചെയ്യുവാൻ ഇന്ന് ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം മനുഷ്യൻ മുട്ടുമടക്കിയ അവസാനത്തെ ശത്രുവാണ് മരണം. എല്ലാവരും ഒരുപോലെ എഗ്രി ചെയ്യുന്ന ഒരു കാര്യമാണ്. പല ടെക്നോളജികളും ട്രൈ ചെയ്യുന്നുണ്ട് മരണത്തെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കുവാൻ പറ്റുമെന്ന്. കാരണം ഫൈനൽ ശത്രു എന്നാണ് അതിനെ വിളിക്കുന്നത്, അവസാനത്തെ എനിമി. ഇങ്ങനെയാണ് വേദപുസ്തകം അവന് പറയുന്നത്. അതായത് എത്ര വലിയ പ്രശസ്തനായെങ്കിലും, നിങ്ങൾക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല, അലക്സാണ്ടറുടെ കാര്യവും, ദ ഗ്രേറ്റ് അലക്സാണ്ടറുടെ കാര്യവും, ഇവിടുത്തെ എല്ലാ രാജാക്കന്മാരുടെ കാര്യവും, എല്ലാ പ്രധാനമന്ത്രിമാരുടെ കാര്യവും, എല്ലാ പ്രസിഡന്റുടെ കാര്യവും ഒക്കെ എനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാൽ അവരുടെയൊക്കെ ആയുസ്സിൻ്റെ ദൈർഘ്യം വിശുദ്ധ വേദപുസ്തകം പറഞ്ഞിരിക്കുന്നത് ഏറിയാൽ 70 അല്ലെങ്കിൽ 80. എന്നാൽ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ അരുമനാഥൻ പറഞ്ഞൊരു സത്യമുണ്ട്: ഞാനാണ് സഭയുടെ ഉടയമൻ, ഞാനാണ് സഭ പണിയുന്നത്, ഞാനാണ് സഭയുടെ വിശ്വാസത്തിന് നായകൻ, ഞാനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നവൻ. ഇന്ന് രാത്രിയും യുഗായുഗമായിട്ട്
നൂറ്റാണ്ടുകളായിട്ട്, വർഷങ്ങളായിട്ട്, ഇനിയും എത്രത്തോളം ഈ ലോകമുണ്ടോ, മനുഷ്യൻ വളരുന്നോ, ടെക്നോളജികൾ വളരുന്നോ, എന്തൊക്കെ സംഭവിച്ചാലും, ഇനി ഞാൻ ഒരു കാര്യം കൂടെ അതിശക്തിയായിട്ട് അങ്ങോട്ട് കടത്തി പറയുകയാണ്. ഇന്നോട്ട് സകല സമുദ്രവും, അതായത് ഭൂമിയുടെ 3 ഭാഗവും സമുദ്രമാണ്, വെള്ളമാണ്. ആ വെള്ളം മുഴുവൻ തിരിച്ചൊഴുകിയാലും ക്രൈസ്തവ സഭയ്ക്കൊന്നും സംഭവിക്കുകയില്ല. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഭൂമിയുടെ 3 ഭാഗവും വെള്ളമാണ്. പസഫിക്, അന്റാർട്ടിക്ക, അറ്റ്ലാന്റിക്ക, ഇഷ്ടംപോലെ സമുദ്രമാണ്, ഇന്ത്യൻ ഓഷ്യൻ. അവിടെ എല്ലാ വെള്ളങ്ങളും തിരിച്ചൊഴുകിയാലും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, സ്വന്തം ജീവൻ കൊടുത്ത്, ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ദൈവമക്കളുടെ ദേഹത്തോ, ദൈവമക്കളുടെ സഭയ്ക്കോ, ദൈവമക്കളുടെ ആരാധനയ്ക്കോ, ദൈവിക ആലയങ്ങൾക്കോ എതിരെ ഒരു ശക്തിക്കും പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ സംഭവിച്ചാലും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, പെർമനന്റ് ആയിട്ടുള്ള വിജയം, അവസാനത്തെ വിജയം പ്രാർത്ഥിക്കുന്നവന്റെ ഭവനത്തിലോട്ട് നടന്നു കയറുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ വേല ചെയ്യാം. മറ്റുള്ളവർ എന്തും കാണിച്ചോട്ടെ. യേശുവിൻ്റെ കാലത്ത് അനേകർ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു, തൻ്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്തു, അന്നത്തെ സമയത്ത് തൻ്റെ പ്രവചനത്തെ തുച്ഛീകരിച്ചു, പ്രസംഗങ്ങൾ കേൾക്കുവാൻ താല്പര്യമില്ല, തനിക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കി, വൻ എതിർപ്പുകളുണ്ടായി, ഇല്ലാത്ത കാര്യങ്ങൾ കുറ്റമായിട്ട് പറഞ്ഞ് ഏറ്റവും അവസാനം ക്രൂശിച്ചു. നിങ്ങളോട് ആരും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. യേശുവിനോട് ചെയ്ത എൻ്റെ പകുതിയുടെ ഒന്നും നമ്മളോട് ആരും ചെയ്തിട്ടില്ല. നമ്മളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട് നല്ല പാൻറ്റും ഷർട്ടും വണ്ടിയൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് ഫുൾ ടൈം ആഹാരത്തോടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എത്രത്തോളം ഒരാൾ നിങ്ങളെ ഉപദ്രവിക്കുന്നോ, സൈഡിൽ കോർണറിലാക്കാൻ ശ്രമിക്കുന്നോ, നിങ്ങൾക്കെതിരെ അജണ്ടകൾ ഉണ്ടാക്കി, പ്ലാനുകൾ ഉണ്ടാക്കി നിങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്നോ, അതൊരു ദൈവിക പദ്ധതിയാണെങ്കിൽ ഇന്ന് രാത്രി മുടക്കിക്കളയുവാൻ കഴിയത്തില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ ഉറപ്പുവരുത്തിയാൽ മതി, ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയിലും പ്ലാനിലുമാണോ, ഞാൻ ദൈവത്തിൻ്റെ സ്ട്രക്ചറിലാണോ എൻ്റെ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത്. ഇന്ന് രാത്രി ഒരു ശക്തിക്കും അതിനെ മുടക്കിക്കളയുവാൻ കഴിയത്തില്ല. ഇത്ര മഹനീയമായ ഒരു രക്ഷ നമുക്ക് ദാനമായി നൽകി തന്ന ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അനേക ദൂതന്മാർ, പ്രഗത്ഭന്മാരായ അനേക ആളുകൾ ഈ ലോകത്തുണ്ടായപ്പോൾ, അനേക ക്വാളിറ്റി ഉള്ളവരുള്ളപ്പോൾ, സൗന്ദര്യമുള്ളവരുള്ളപ്പോൾ, ആരോഗ്യമുള്ളവരുള്ളപ്പോൾ, കുടുംബമഹിമയുള്ളവരുള്ളപ്പോൾ, അനേക ഡിഗ്രികളുള്ളപ്പോൾ, അവരെയൊക്കെ ഒന്ന് മാറ്റിവെച്ച ശേഷം ആര് പരിശുദ്ധാത്മാവിൻ്റെ വാക്ക് കേട്ടനുസരിച്ചോ, ദൈവവചനം വിശ്വസിക്കുവാൻ അവരെ ഹൃദയം തുറന്നു കൊടുത്തോ, ഇത്ര മഹത്വവനായിട്ടുള്ള ദൈവം നമ്മുടെ ഭവനത്തിൽ വന്ന് കയറുവാനിടയായി തീർന്നു. യേശുവിൻ്റെ പിൻഗാമികളാക്കി നമ്മളെ പ്രഖ്യാപിക്കുവാനിടയായി തീർന്നു. അങ്ങനെയുള്ള ഈ ജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഇത്ര മഹനീയമായ ഒരു കൃപയ്ക്ക് ഭാഗവാക്കാകുവാൻ ദൈവം എനിക്ക് അവസരം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിലെ ഒരു രാജ്യമാകുന്ന ഇന്ത്യയിലെ സംസ്ഥാനമാകുന്ന കേരളത്തിൻ്റെ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലെ ഒരു ചെറിയ സ്ഥലത്ത് ഞാൻ ജനിച്ചു വളർന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം, അതും കൂടെ പറഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്, നിങ്ങൾ ഗൾഫിലോ അമേരിക്കയിലോ പോയതല്ല, നിങ്ങളുടെ ഭവനത്തിൽ എണ്ണപ്പെടാൻ കഴിയാത്ത കാറുകളുള്ളതല്ല, നിങ്ങളുടെ പേരിൽ അനേകം പ്രോപ്പർട്ടി ഉള്ളതല്ല, നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കോടികളുടെ മുകളിലുള്ളതല്ല. അതൊക്കെ അഭിമാനിക്കാം, ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഇന്ന് രാത്രി മറ്റൊരു കാര്യം ഞാൻ പറയട്ടെ, ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം, എൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി ജീവൻ്റെ പുസ്തകത്തിൽ പേര് എഴുതിയവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല പോരാട്ടം പോരാട്ടി ആ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയ പേര് നിലനിർത്തി ദൈവം നമുക്ക് നൽകുന്ന നാളുകൾ കർത്താവിന് വേണ്ടിയുള്ള ശക്തമായ ഒരു സാക്ഷിയായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.